ഞാൻ ഇന്ന് കുറച്ച് ഗ്രേപ്പ് ലീവ്സ് ഹാർവെസ്റ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിറയെയുമുണ്ട്. വാഴയ്ക്ക് പകരം സ്നാക്സ് ഉണ്ടാക്കാനാണ് ഇതിൻ്റെ തളിരില ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഇല ഹെൽത്തിയാണ്. പിന്നെ മെഡിറ്ററേനിയൻ ഡിഷസിലൊക്കെ ഇത് ധാരാളം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിറയെ ഇല ഉണ്ടാകുന്ന സമയമാണ്. ഇതിൻ്റെ ഇലയെടുത്ത് സിപ്ലോക്ക് ബാഗിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് ഏത് ഫില്ലിങ്ങും കവർ ചെയ്യാം. സ്നാക്സ് തന്നെ ആകണമെന്നില്ല. ഞാൻ ഇന്ന് ശർക്കരയും ഗോതമ്പ് പൊടിയും ചേർത്ത ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ വേറെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പൊടികളോ ഉപയോഗിക്കാം. പിന്നെ നല്ല പഴുത്ത കുറച്ച് നേന്ത്രപ്പഴം ഇത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. പിന്നെ ശർക്കര പാനി മധുരത്തിന്, കുറച്ച് ഏലക്കയും ബേ ലീഫും കൂടിയുണ്ട് ഫ്ലേവറിന്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി ഈ ലീഫിൽ നല്ലവണ്ണം പൊതിഞ്ഞ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പച്ചെമ്പിലോ കുക്കറിലോ സ്റ്റീമറിലോ വെച്ച് ആവി കയറ്റാം. ഒരു ബേ ലീഫും കൂടി വെച്ചാൽ ഇതിന് നല്ല ഫ്ലേവർ കിട്ടും. ഇത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ലീഫിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. If you feel it the same, if you're playing the game, why you saying my name? I can't read